എന്തായി? റഷീദേ, ഡോറ് തുറന്നു കൊടുക്ക. ഇറങ്ങിക്കോളൂ. യാ അല്ലാഹ്. അടയ്ക്ക് മക്കളെ. എന്താ മോളെ നിനക്ക് പറ്റിയത്? വീടെന്നെ, നീ ആരാ എന്നോട് ചോദിക്കാൻ? എനിക്ക് നിങ്ങളെയൊന്നും കാണണ്ട, ഇഷ്ടമല്ല. ലീവ് മീ. മോളെ, ഇത് എന്റെ ജീവിതമാണ്. എന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കുകയും ചെയ്യും. യു ഡോണ്ട് ബോദർ. എനിക്കത് ഇഷ്ടമല്ല. അണ്ടർസ്റ്റാൻഡ്? എടി, ഇത്രയൊക്കെ ആയിട്ടും മതിയല്ല നിനക്ക്? നിന്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ നിർത്തുന്നുണ്ട്. ആമിന, മതിയാക്ക്. നീ ഇരിക്ക്. എന്റെ പഠിച്ചോനെ. ഇക്ക, ഇങ്ങനെയായാലോ? ഇക്ക കരയരുത്. ഒന്നേ ഒന്ന്, കണ്ണേ കണ്ണേ എന്ന നിലയ്ക്ക് എത്ര പുന്നരിച്ചു വളർത്തിയതാ. എന്നിട്ടും ഒന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കിത് സഹിക്കാൻ കഴിയില്ല റഷീദേ. ഇക്ക കുട്ടികളെ പോലെ ആയല്ലോ. റിച്ചുവിനൊന്നും പറ്റിയിട്ടില്ല. ഇക്ക സമാധാനായിട്ടിരിക്കെ. ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ? ഞാൻ എന്റെ കണ്ണോട് നേരിൽ കണ്ടില്ലേ. പോയടാ, പോയി. നമ്മുടെ റിച്ചുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോയടാ. ഇന്ന് വരെ ഇവളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് എതിര് നിന്നിട്ടുണ്ടോ? എന്തെങ്കിലും അസൗകര്യങ്ങൾ ഇവൾ അറിഞ്ഞിട്ടുണ്ടോ? ആമിന, എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയണത്? ഒരുപാട് പ്രാർത്ഥനകൾക്കും ചികിത്സയ്ക്ക് ഒടുവിൽ കിട്ടിയതല്ലേ ഇവളെ. പുന്നരിച്ചതല്ലാതെ ഒരു കറുത്ത വാക്ക് ഇന്നോളം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ആമിന, മതി, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു ബുദ്ധിമോശം. ഇതാണോ ഇത്താ ബുദ്ധിമോശം? ഇതിനാണോ ഞങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടത്? ഇവളെ കുറിച്ച് എന്തൊക്കെ ആശിച്ചു, എത്ര കിനാവ് കണ്ടു. ഒരു രാത്രി കൊണ്ട് എല്ലാം നശിപ്പിച്ചില്ലേ ആ സ്വത്ത്. മതി, എനിക്ക് നിന്നെ കാണണ്ട. കൊണ്ടുപോയിക്ക് എന്റെ മുമ്പിന്ന്. ആമിന, വെറുതെ ബഹളം വെച്ച സംഗതി കൂടുതൽ വഷളാവും. നാട്ടുകാരോട് അറിഞ്ഞ പിന്നെ നാണക്കേടിട്ട് മാറുകയല്ല. പറഞ്ഞേക്കാം. അസീന, നീ ഓളെ മോളിലേക്ക് കൊണ്ടോ. മോളെ ചെല്ലു മോളെ. എഴുന്നേൽക്ക്. റംല, നീ ഒന്ന് ആമിനാന്റെ മുറി കൊണ്ടേക്ക്. നടക്ക്. ഷെറിൻ, അകത്തേക്ക് പോ. മക്കളെ നടന്നോടി. മോളെ, റജി ഇരിക്കടോ. റിച്ച് എന്നാണ് നിന്നെ വിളിച്ചത്? ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക്. ഹായ് റിച്ചു, പറഞ്ഞോളൂ. ഞാനിതാ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഏയ് കുഴപ്പമില്ല, പറഞ്ഞോ. നീ ന്യൂ ഇയർ അല്ലേ? ഗംഭീര ന്യൂ ഇയർ പാർട്ടി ഉണ്ട് ഹോട്ടൽ തീർത്ഥയില്. നീ വരുന്നോ? എന്ത് പാർട്ടിയോ? അടിപൊളി പരിപാടിയാടാ. ഓ പിന്നെ, എനിക്കെന്ത് ന്യൂ ഇയർ സെലിബ്രേഷൻ? നീ ഇപ്പൊ പറഞ്ഞപ്പോഴാ ഞാനിത് ഓർക്കുന്നത് തന്നെ. ഇല്ലില്ല, നേരെ വീട്ടിലേക്കാ. ഫുഡ് മേടിച്ച് സുഖമായിട്ട് ഉറങ്ങും. റിച്ചയ്ക്ക് അറിയാലോ എനിക്കിതിലൊന്നും താല്പര്യമില്ലാന്ന്. ഞാനേ ഒരു പഴഞ്ചൻ തന്നെയാ. പിന്നെ ഈ കോലം കെട്ടലൊക്കെ നിനക്ക് വേണ്ടിട്ടാണെന്ന് അറിയാലോ. എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. അതൊന്നും പറയണ്ട, നീ വന്നേ പറ്റൂ. കേട്ടോടാ മൊരപ്പോത്തെ. ഞാൻ വരില്ല. പിന്നെ റിച്ച, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല, പറഞ്ഞേക്കാം.
നീ പോടാ കഞ്ഞി. കേൾക്ക്, നീ പോകരുത്. എത്ര പരിഷ്കാരം വന്നാലും ഇതൊക്കെ അഴിഞ്ഞാട്ടം തന്നെയാ, വെറുതെ ആളെ കൊണ്ട് പറയിപ്പിക്കാൻ. എടാ കോന്ത, ഇത് 21-ാം നൂറ്റാണ്ടാ. ബാംഗ്ലൂർ വരെ പോയി പഠിച്ചിട്ടും നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ. നിന്നെ വിളിച്ച് എന്നെ വേണം തല്ല. ഹലോ 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 ഛേ. അത് കഴിഞ്ഞ് 3-4 തവണ ഞാൻ ഫോൺ ചെയ്തു. റിച്ച് ഫോൺ എടുത്തില്ല. പിന്നെ എങ്ങനെ നീ ഹോട്ടലിലേക്ക് എത്തിയത്? രാത്രി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഫോൺ റിങ് ചെയ്യുന്ന കേട്ടിട്ടാണ് ഞാൻ ഉണർന്നത്. ഹലോ മോനെ രജി, റഹ്മാൻ അങ്കിളാടാ. മോൻ എവിടെയുള്ളത്? അതെയോ, റിച്ചുവിനെ കാണാനില്ല മോനെ. അവൾ ഇതുവരെ വന്നില്ലേ? ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. അങ്കിള് വിഷമിക്കാതിരിക്കും, ഇന്ന് ന്യൂ ഇയർ അല്ലേ. അവള് ഫ്രണ്ട്സിന്റെ വീട്ടിലാവും. മണി 12 കഴിഞ്ഞില്ലേ? അവൾ ഇത്രയും ലേറ്റ് ആവുന്നത് ഇത് ആദ്യമായിട്ടാണ്. ആമിനെയാണെങ്കിൽ കരഞ്ഞു ബഹളം വെക്കുക. എനിക്കും പേടിയാവുന്നുണ്ട്. നീ കൂടെ ഇല്ലാണ്ട് അവൾ ഇത് ഏത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കിടക്കുക? ഇവിടെ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഫോൺ ആണെങ്കിൽ എടുക്കുന്നുമില്ല. അങ്കിള് വിഷമിക്കാതിരിക്കേ, ആന്റിയെ സമാധാനിപ്പിക്കേ. ഞാനിതാ ഇപ്പം തന്നെ റിച്ചയും കൂട്ടി വരാം. ഞാനും കൂടി വരട്ടെ? വേണ്ട, ആന്റി തനിച്ചാവില്ലേ. ഞാൻ ഇപ്പം തന്നെ റിച്ചയും കൂട്ടി വരാം. എന്താ എന്താ പറഞ്ഞേ? അവളെ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിലാണത്രേ. രജി ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, വെറുതെ കരഞ്ഞു പിടിച്ച് ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കാൻ. എന്താ ഫ്രണ്ടിന്റെ വീട്ടിൽ ഫോണില്ലേ? അവക്ക് എന്തോ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചാല് മറന്നതാവും.
ഞാനാ പറഞ്ഞത്. റിച്ച മര്യാദയ്ക്ക് വരാൻ. ഓക്കെ, പേടിക്കണ്ട, ഒരു ചെറിയ മയക്കം അത്രേ ഉള്ളൂ. വാ. സാറേ 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 ദേ എഴുന്നേൽക്ക്. എഴുന്നേക്ക്. ഇവിടെ നടന്ന പാർട്ടിയൊക്കെ നേരം പുലർന്നില്ലേ സാറേ? എല്ലാവരും പോയി. അയ്യോ, തല പൊട്ടിയിട്ടുണ്ടല്ലോ. സാറേ എഴുന്നേക്ക്, എഴുന്നേക്ക്. മോനെ റജി, എന്തു പറ്റിയടാ എന്റെ മോൾക്ക്? അവളിതെവിടെയാ? നീ അവളെ കണ്ടില്ലേ? ഹലോ അങ്കിൾ, അത് പിന്നെ പറ മോനെ, എന്റെ മോളിതെവിടെ പോയി കിടക്കുക? എന്താ അവൾക്ക് വല്ല അപകടവും? എന്റെ റബ്ബേ, ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? എന്റെ മോളെ. പറയടാ, റിച്ച് എവിടെയെന്ന്? എനിക്കറിയില്ല. സത്യം പറയടാ, ഇല്ലെങ്കിൽ തന്നെ കൊല്ലും. എന്നാ വിട്, ഞാൻ പറയാ. എനിക്ക് പറ, റിച്ച് എവിടെ? റൂം നമ്പർ 102. ഹലോ അങ്കിൾ. എന്തായി? എവിടെയാ മോനെ? ണ്ടെന്നാ പറഞ്ഞേ. Where were you when all this happened? I was right here at my desk working. And when was the first time you noticed something was wrong? Well, when I first heard the shot, and as I turned, Jim fell. Steady the telephone. എന്റെ പൊന്നു മോളെ, എന്താ ഇത്? വാ, കയറ്. ഇതൊക്കെ ചാറ്റിങ്ങിലൂടെ നേടിയെടുത്ത റിച്ചയുടെ പുതിയ ഫ്രണ്ട്സാ. ഇവരെ ഒന്നും റജിക്ക് അറിയില്ല? ആരും മുമ്പ് കണ്ടിട്ടുമില്ല? ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇതെന്തോ റാക്കറ്റ് ആയിരിക്കുമെന്നാണ്. റാക്കറ്റോ എന്ന് വെച്ചാ? യുവതികളെ മൊബൈലിലൂടെയും ചാറ്റിങ്ങിലൂടെയും ഒക്കെ വലയിലാക്കി ഒരുതരം സെക്സ് അഡിക്റ്റുകളാക്കുന്നവരുടെ സംഘമാണിത്. റബ്ബേ, ഇങ്ങനെയുണ്ടോ സംഘങ്ങള്? അങ്കിൾ ഇടയ്ക്ക് പത്രത്തിലൊക്കെ വായിക്കാറില്ലേ? നമുക്ക് പോലീസിൽ പരാതിപ്പെട്ടാലോ? എന്ത് പരാതി കൊടുക്കുക? നമ്മുടെ കുട്ടി വഴി തെറ്റിപ്പോയെന്നോ? സൈബർ സെല്ലിന് പരാതി കൊടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് അത് പിന്നെ കേസാവും. റിച്ചിയും കൊണ്ട് കോടതിയിൽ മറ്റും കയറി ഇറങ്ങേണ്ടി വരില്ലേ? പിന്നെ അത് വാർത്തയാവും, പത്രങ്ങളിലും ചാനലുകളിലും വരും. അംസക, നമ്മുടെ കുട്ടി ചീത്തയായി പോയെന്ന് നാം തന്നെ ലോകത്തോട് വിളിച്ചു പറയലാവില്ലേ? വേണ്ട, അതൊന്നും വേണ്ട. റജി, നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? ഇവിടെ കുറെ തെമ്മാടി കൂട്ടങ്ങൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് നിലക്ക് നിർത്തണല്ലോ. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? വേണ്ട, നിങ്ങൾ ആരും അന്വേഷിച്ചിറങ്ങണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഹലോ, ഇത് ഞാനാ റഷീദ്. എനിക്കൊന്ന് നേരി കാണണമല്ലോ.
ഉണ്ട്, കാര്യമുണ്ട്. അതെല്ലാം ഞാൻ പിന്നീട് നേരിട്ട് പറയാം. അല്ലാ, കുട്ടികളൊക്കെ ഉറങ്ങിയോ? ഉറങ്ങി. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തോ? എത്ര സന്തോഷത്തോടു കൂടി കഴിഞ്ഞ വീടാ. ഒരു രാത്രി കൊണ്ടല്ലേ എല്ലാം തകിടം മറിഞ്ഞത്. റെജീനസിന്റെ തല നല്ലോണം പൊട്ടിയിട്ടുണ്ടല്ലേ? 7 സ്റ്റിച്ച് ഉണ്ട്. പാവം, ഒരുപാട് സഹിക്കുന്നുണ്ട്. അല്ലാണ്ട് എന്താ ചെയ്യാ? എന്നിട്ടും അവൻ ഒരു പരാതിയില്ല. പരാതിപ്പെട്ടിട്ട് എന്താ? ഒരുപാട് സ്നേഹിച്ചു പോയില്ലേ രണ്ടും? അത് പറയണ്ടോ? എന്റെ പേടി അതൊന്നുമല്ല. നമ്മളെ വിശ്വസിച്ച് അയച്ചതല്ലേ റിച്ചുനെ ഇങ്ങോട്ട്. നമ്മളെ നോട്ടക്കുറവുണ്ടെന്ന് പറയൂലേ? അതല്ലേ ശരി, നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. ഏത് സമയത്തും കമ്പ്യൂട്ടർ മുന്നിലിരിക്കുന്ന റിച്ചു എന്തോ പഠിക്കാന്നല്ല ഞാൻ കരുതിയത്. അതിനിടയിൽ ഇങ്ങനൊരു ചൊറുണ്ടാവുമെന്ന് എനിക്കെങ്ങനെ അറിയാം? എനിക്കറിയില്ലല്ലോ കമ്പ്യൂട്ടർ. ഇതിനേക്കാളും പേടിക്കേണ്ടത് രജനാസിന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കാര്യമാണ്. അതെന്താ? ഇതൊക്കെ അറിഞ്ഞിട്ട് അവരെന്തെങ്കിലും ഏടങ്കോലിട്ടാലോ? അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ. റജീനാസിന്റെ അമ്മയ്ക്ക് പെരുത്തിഷ്ട ഈ ബന്ധത്തിന്. അവരും റഹ്മാനും ഒന്നിച്ചു പഠിച്ചായിരുന്നു. ഇവിടെ വന്നപ്പോഴതറിയുന്നത്. റിച്ച് റഹ്മാന്റെ മോളാന്നറിഞ്ഞപ്പോ മുതല് ആ സ്ത്രീയുടെ സന്തോഷം ഉത്സാഹം ഒന്ന് കാണേണ്ടതായിരുന്നു. ഓ, ഇങ്ങളില്ലായിരുന്നല്ലോ റിച്ചുവിനെ പെണ്ണ് കാണാൻ വന്നപ്പോ. റഹ്മാനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അവര് പറഞ്ഞത്. ഉടനെ കരുത്തൻ്റെ തറിക്ക് വാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് വാപ്പാ. അങ്ങനെ അത്രത്തോനെ കുടിക്കട്ടോ, ബാക്കി കുറെ ഉണ്ടല്ലോ. എടാ ബക്കറേ, പണ്ടാരടിക്ക സമയത്ത് വിളിക്കട് ഫുള്ള് തലേ കയറിയെന്നോ. അപ്പുറത്ത് വന്നിരിക്കുന്ന ആരൊക്കെന്ന് അറിയാം നിനക്ക്? പ്രധാനമന്ത്രി ഒന്നല്ലോ, രജനാഥിന്റെ വാപ്പയും. അവരെന്തിനാ വന്നെന്നറിയോ? നമ്മളെ റിച്ചുവിനെ പെണ്ണ് കാണാൻ. അത് വലിയ സംഭവം കേട്ടപ്പോ. അതെന്താ? എന്റെ പൊന്നു റംലാച്ച, 2 കൊല്ലം ഇവർ രണ്ടാളും കൂടെ പ്രേമിച്ചു കിടക്കണേ. 2 വീട്ടുകാർക്ക് ഇത് അറിയും ചെയ്യാം. പക്ഷെ വീട്ടുകാർ തമ്മിൽ കണ്ടിട്ടില്ല. ഇതാണും പെണ്ണും കാണാന്നല്ല ഇനി പറയാ. കുടുംബക്കാർ തമ്മിൽ ആദ്യമായിട്ടൊന്ന് കാണാം. മതി തമാശ. ആ ജ്യൂസ് ആയിട്ട് അപ്പുറത്തോട്ട് ചെല്ലും. എന്റെ പൊന്നു റംലാത്ത, ഞാനൊന്ന് കുടിച്ച് തീർത്തോട്ടെ. ബക്കറേ വേണ്ട, ആമിനെ വിളിക്കണത്. ഓയോ വാച്ചി, കേട്ടില്ലേ? പേറ്റുനോ കേട്ടിട്ട് വിളിക്കാൻ വന്നതാ. ഇപ്പൊ വരാ. എന്നിട്ട് വന്നിട്ട് എന്നെ കുടിച്ച് എടുത്തു തരാടാ പറയാ. ഇടിയും കേൾപ്പു എന്താണൊരു കാറ്റ്, ഇടിയും കേൾപ്പു എന്താ. എന്താണൊരു ശബ്ദം? റെജി, കേട്ടോ റഹ്മാൻ, മോളുടെ യഥാർത്ഥ പേര് റിഷാന എന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. റെജി എപ്പോഴും റിച്ചു റിച്ചു എന്ന് പറയും. ശരിയായ പേര് ഞാനോട് ചോദിച്ചതുമില്ല. ഇപ്പോഴേതായാലും പേരറിഞ്ഞല്ലോ. കേട്ടോ മിസ്റ്റർ റഹ്മാൻ, നമ്മുടെ കുടുംബത്തിലെ മിക്ക കുട്ടികളും ഇപ്പൊ ചെല്ല പേരിൽ അറിയപ്പെടുന്നത്. വിളിച്ച് വിളിച്ച് യഥാർത്ഥ പേരങ്ങ് മറന്നുപോകും. വേറെ ആരെങ്കിലും കുട്ടിയുടെ യഥാർത്ഥ പേര് ചോദിച്ച നമ്മൾ കടന്ന് തപ്പിപ്പോവും. നോക്കണേ ഓരോരോ മണ്ടത്തരങ്ങൾ. സ്കൂൾ സർട്ടിഫിക്കറ്റിലും മറ്റും റിഷാന റഹ്മാൻ എന്നാണ് പേര്. എന്നാൽ ഇനി അങ്ങോട്ട് റിഷാന റജ്നാസ്. കൊള്ളാം, നല്ല ചേർച്ചയുള്ള പേര്. പേരുകൾ തമ്മിലുള്ള ചേർച്ചയല്ലല്ലോ, കുട്ടികൾ തമ്മിലുള്ള പൊരുത്തമല്ലേ നോക്കേണ്ടത്. അതിപ്പം ബാംഗ്ലൂർ വെച്ച് അവരങ്ങ് തീരുമാനിച്ചില്ലേ. 2നെയും MBA അയച്ചുകൊണ്ട് അങ്ങനെ ഒരു മെച്ചുണ്ടായി. കേട്ടോ ആമിന, പഠിക്കുന്ന കാലത്തെ ഈ പേരുകളുടെ ചേർച്ച നോക്കുന്നത് എന്റെ ഒരു ഹോബിയായിരുന്നു. എന്റെ പഴയ നോട്ട് പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ
പല താളുകളിലും കാണാം എന്റെ ഈ ഭ്രാന്ത്. ഒക്കത്തിലും കാണുക ഫാസില റഹ്മാൻ ആണെന്ന് മാത്രം. എടാ മരപ്പോത്തെ, ഇത് കണ്ടോ? ഇതെല്ലാം എന്റെ പുതിയ ഫ്രണ്ട്സാ, മൈ ചാറ്റ്മേറ്റ്സ്. റിച്ച, നീ ഇതൊന്ന് ഷട്ട് ഡൗൺ ചെയ്തേ. ഒരു ചാറ്റിങ്ങും ബ്രൗസിങ്ങും. എനിക്ക് ഈ വക കലകളോടൊക്കെ അലർജിയാ. അതങ്ങനെയാണല്ലോ കിഴങ്ങൻ. ഞാൻ ഇപ്പൊ തന്നെ ഡാഡിയോട് പറയാൻ പോവാ, എനിക്ക് ഈ കോന്തനെ മാരനായി വേണ്ടാന്ന്. നല്ല ഒന്നാം തരം ഋതിക് റോഷനെ പോലുള്ള ആമ്പിള്ളേരെ ഇനി വേറെയും കിട്ടും. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഹോ, ഏത് മോശം സമയത്താണോ ആ ബാംഗ്ലൂരിൽ MBA ചെയ്യാൻ തോന്നിയത്. അന്ന് തുടങ്ങിയതാ എന്റെ ഈ കഷ്ടകാലം. പിന്നെ എന്തൊരു ഫിഗറായിരുന്നു ഞാൻ. കൊച്ചു മുടിയും നല്ല മീശയും എക്സിക്യൂട്ടീവ് വേഷവും. പെർഫെക്റ്റ് ജെന്റിൽമാൻ. നിന്നെ പരിചയപ്പെട്ട അന്ന് മുതൽ തുടങ്ങിയതാ. ഇപ്പതേ ആണും പെണ്ണും അല്ലാതെ ഹിജടയെ പോലെ. ചെല്ല് പോയി പറഞ്ഞിട്ട് ഡാഡിയോട്. അങ്ങനെങ്കിലും എനിക്കൊരു ആണായിട്ട് ജീവിക്കാലോ മോളെ. അയ്യടാ, ഇപ്പഴാ നീ ഒന്ന് വൃത്തിയായത്. തനി പങ്ക് എന്നെ പരിചയപ്പെട്ടില്ലേ കാണായിരുന്നു. കൊരങ്ങനായിട്ട് കഴിയുന്നുണ്ടാവും കോന്തൻ. അയ്യേ, അന്നൊക്കെ റഹ്മാന് പ്രണയം പാട്ടിനോടും കടുനിറങ്ങളോടുമായിരുന്നു. ഞാനടക്കം പല വിദ്യാർത്ഥിനികൾക്കും പ്രണയം റഹ്മാനോടും. പക്ഷെ അന്ന് റഹ്മാൻ ഞങ്ങളെ ഒന്നും ഗവനിച്ചിരുന്നില്ല. അന്നത്തെ ഞങ്ങളുടെ കോളേജ് ഗായകൻ പഠിപ്പ് നിർത്തി പാട്ട് നിർത്തിയല്ലേ. ആ കാലത്തെ കാര്യങ്ങളല്ലല്ലോ ജീവിതം തുടങ്ങിയാ പിന്നെ. മാത്രമല്ല പാട്ടും പാടി നടക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പൊ ഏതൊരാൾക്ക് വേണമെങ്കിലും ഏത് സമയത്തും പാടാലോ. അത്രമാത്രം റിയാലിറ്റി ഷോ അല്ലേ. TV തുറക്കാൻ തന്നെ പേടിയാണെന്നേ. ചൂട്ടമ്മായി, ഓ മരുമോളെ തീറ്റിക്കണം. പൊന്നമ്മായി തിന്നു മോളെ. വേണ്ട പയ്യെ. റാത്തായി. ഇന്നൊന്നും വേണ്ട, വെള്ളം. ഇങ്ങോട്ടേക്ക് മലയാളി. എന്താ വക്കർക്ക ഒരു പരിങ്ങല്? വയറ്റിനുള്ളിൽ സഞ്ചാരം. എന്താ കഥ പറയാൻ നേരല്ല. എന്നാ പിന്നെ മറ്റു കാര്യങ്ങളിൽ കിടക്കാം. എന്താ ഇവരിപ്പോ MBA-കാരാ. വല്ല കമ്പനികൾ റാഞ്ചിക്കൊണ്ടതിന് മുമ്പ് നമുക്കിതങ്ങ് നടത്താം. എന്നാൽ ഇനി വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ച് നിശ്ചയിക്കാനുള്ള തീയതി അങ്ങോട്ട് തീരുമാനിക്കാം. എന്താ? ആയിക്കോട്ടെ. ഒരു കണക്കിന് ഈ കുട്ടികൾ ഭാഗ്യമുള്ളവരാ. മനസ്സിലുള്ള മോഹങ്ങളും പ്രണയമൊക്കെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചല്ലോ. എനിക്കിവരോട് അസൂയ തോന്നുക. ഈ മഴ
ബാല്യകാലത്തിലെ മോഹവാടിയിലെ പൂക്കളെ വീണ്ടും വിരിയുമോ? ജീവിത വീണയിൽ പണ്ടു ഞാൻ മീട്ടിയ രാഗമേ വീണ്ടും ഉണരുമോ? രാഗമേ വീണ്ടും ഉണരുമോ? കാത്തിരിക്കാം ഞാൻ, കാത്തിരിക്കാം ഞാൻ, കാത്തിരിക്കാം. നിത്യവിരഹത്തിൻ നിഴൽ പരപ്പിൽ ഈ മഴ മണിമഴ മരുമണൽ കുളിരിടും പൂമഴ എന്തിനോ ഏതിനോ കൽബിലെ പൂങ്കിളി നീ വരും കാലമോ ഈ മഴ? പൂമഴ, തേന്മഴ, പൂമഴ, തേന്മഴ. നൂറു രാജ്യങ്ങളിൽ തേടുമെൻ തോഴന്റെ പൂമുഖം ഞാനിനി നൂറു രാഗങ്ങളിൽ പാടിയുണർത്തുമെൻ കാമിനി മുന്നിൽ പോരുമോ? കാമിനി മുന്നിൽ പോരുമോ? കാത്തിരിക്കാം ഞാൻ, കാത്തിരിക്കാം, കാത്തിരിക്കാം ഞാൻ, കാത്തിരിക്കാം. കാലപ്രവാഹത്തിൻ മഴക്കുടിലിൽ ഈ മഴ മണിമഴ മരുമണൽ കുളിരിടും പൂമഴ എന്തിനോ ഏതിനോ കൽബിലെ പൂങ്കിളി നീ വരും കാലമോ ഈ മഴ? പൂമഴ, തേന്മഴ, പൂമഴ, തേന്മഴ. പൂമഴ തേന്മഴ പൂമഴ തേന്മഴ സൽക്കാരം കൂടാൻ വന്നല്ല ഞാൻ.
ഇവനെ കൂട്ടിക്കൊണ്ടു വന്നതാ. നാട്ടുകാർ കേക്കട്ടെ, അറിയുകയും ചെയ്യട്ടെ മോളുടെ കയ്യിലിരിപ്പ്. സത്താർ കോയ, മാനും മര്യാദയായിട്ട് കൈ നോൾക്ക് പറ്റിയ ഇക്ക, പണിയാണത്. ഒന്ന് എഴുന്നേൽക്ക്. ഇത് തന്നെ പുറത്തെന്ത് എനിക്ക് സംസാരം ഇഷ്ടമായിട്ടല്ല. കേൾക്കുന്നു? എന്റെ ഭാര്യ ഫാസിലെ പറഞ്ഞോണ്ടാ ഞാനിത് നിന്നത്. ഇക്ക, ഒന്ന് എഴുന്നേൽക്ക്. ഇക്ക, ഇക്ക. ഇവനെ പറഞ്ഞാ മതി. എന്തടാ സംബന്ധം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ആച്ചി വീട്ടിൽ അടയിരിക്കാൻ. ഡാഡി ഡാഡി പോയി വണ്ടിയിലിരിക്കടാ. ലോകത്ത് ഈ ഒരു വെണ്ണയുള്ളൂ. സത്താർ കോയ, ദാ ഇവിടം കൊണ്ട് നിർത്തുക എല്ലാ ആലോചനകളും ബന്ധങ്ങളും. ബാറിലും റൂമിലും ഒക്കെ ആണുങ്ങളുമായി അഴിഞ്ഞാടുന്ന ഒരു പെണ്ണിനെ എന്റെ മോന് വേണ്ട. മക്കളുണ്ടാക്കിയ മാത്രം പോരാ, വളർത്താനും പഠിക്കണം. പഠിപ്പ് കേടിന്റെ ദോഷങ്ങളാ ഇതൊക്കെ. അതെങ്ങനെയാ? ബാപ്പയമ്മയും ഗൾഫിൽ പണം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലല്ലേ? മക്കൾ ഇങ്ങനെയായി പോകുന്ന ചിന്തിക്കാൻ സമയം കിട്ടണ്ടേ? ഡാഡി എന്തൊക്കെയായി പറയുന്നേ? നിന്നോട് പോയി വണ്ടിയിലിരിക്കാനാ പറഞ്ഞത്. സത്താർ കോയ, എന്റെ മോള് ചീത്തായിട്ടൊന്നുമില്ല. ഒരു ബുദ്ധിമോശം. റജിക്കറിയെല്ലാം. വെറുതെ ബഹളം വെച്ച് ഇത് തകർക്കരുത്. എന്റെ മോളുടെ ജീവിത. ഒന്നും പറ്റിയിട്ടില്ലേ? നാണവും മാനവും ഇല്ലാതെ പറയുന്നത് കേട്ടില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോനെ ഇനി വിളിക്കുകയോ കാണുകയോ ചെയ്യരുത്. ഇതോടെ മറന്നേക്കണമെല്ലാം. ആമിന, നീ ഇങ്ങനായ പിന്നെ എവിടുന്നാടോ എനിക്കൊരു ധൈര്യം കിട്ടുക? താൻ ഇങ്ങനെ കരഞ്ഞോണ്ട് കിടക്കാതെ ഒന്ന് എഴുന്നേൽക്ക്. പിന്നെ എങ്ങനെയൊക്കെ നമ്മളെ മോളെ വളർത്തേണ്ടത്? നല്ല വിദ്യാഭ്യാസം, ജീവിത സൗകര്യം എല്ലാം ഒരുക്കി കൊടുത്തില്ലേ? എന്തിന്റെ കുറവ് അവക്ക് ഇവിടെ ഉണ്ടായേ? അത് തന്നെയാ നമുക്ക് പറ്റിയ തെറ്റും. എല്ലാ സൗകര്യം ഉണ്ടാവുമ്പോ ചീത്തയാവാനാ സാധ്യത എന്ന് നാം മനസ്സിലാക്കിയില്ല. അയാള് പറഞ്ഞ പോലെ നാം ഗൾഫിൽ കാശുണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ടപ്പോ ഇവിടെ മോള് ആവാനാ മെനക്കെടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചില്ല. കാലങ്ങളായി ആൺതരി പറക്കാത്ത ഈ കുടുംബത്തിൽ ആറ്റുനൂറ്റ് കിട്ടിയ മകളാ നമ്മുടെ റിച്ചു. അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും മതിമറന്ന് സ്നേഹിച്ചു, ലാളിച്ചു. അതിനിടയിൽ അവള് വഴിതെറ്റി പോകുന്നത് മാത്രം ആരും കണ്ടില്ല. എന്തേക്ക നമ്മുടെ മോൾ എങ്ങനെയായി പോയത്? ഒന്ന്, അവളുടെ കൂട്ടുകെട്ട്. ചീത്ത കൂട്ടുകെട്ടിലാണ് അവള് പെട്ടിരിക്കുന്നത് നാം മനസ്സിലാക്കിയില്ല. അവള് നമ്മളോടൊപ്പം അവിടെ ആയിരുന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. രക്ഷിതാക്കൾ കൂടെയില്ലാതെ മക്കളെ തനിച്ചാക്കിയ ഇങ്ങനെയൊക്കെ ആയി പോയിന്ന് വരാം. മക്കളുടെ വളർച്ച എളുപ്പം മനസ്സിലാവുക പെറ്റുമ്മയ്ക്ക, മറ്റാരെക്കാളും. ഒരു 2 കൊല്ലം അത്ര മാത്രല്ലേ നമ്മൾ അവളെ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ. ഉപരിപഠനത്തിനെന്നും പറഞ്ഞ് അവളെ തനിച്ച് നാട്ടിലേക്ക് അയച്ചത് തെറ്റി. ബാംഗ്ലൂരിൽ ചേർത്തതും കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തതും അതിലേറെ തെറ്റി. ഒരു കണക്കിന് പറഞ്ഞ നമ്മൾ തന്നെ അവളെ ചീത്തയാക്കിയത്. അവളല്ല, നമ്മളാ തെറ്റ് ചെയ്തത്. കുറ്റം നമ്മുടെയാ, നമ്മുടെ മാത്രം. ആരുടെ മോളെ നിനക്കിത്ര ദേഷ്യം? എന്തിനാ ഇങ്ങനെ പിടിവാശി? എത്ര സമയമായി ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവച്ചിട്ട്? കഴിക്കേ. എനിക്ക് വേണ്ട.
ഇത്ത നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ മോള് നന്നാവും വേണ്ടിയാ. ഇതൊക്കെ നമുക്ക് ചേർന്നതാണോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ റെജിയുടെ ബാപ്പ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി. അയാളുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ ഇത്തക്കിക്കും. അങ്ങനെ ഒരു ഗതികേടുണ്ടായത് എന്തുകൊണ്ടാ മോളെ? ഈ കമ്പ്യൂട്ടറും ഫോണൊക്കെ മനുഷ്യന്റെ സൗകര്യത്തിനും നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുമ്പോഴാ ഇവയൊക്കെ നല്ലതാവുന്നത്. എന്നാ ഇവയൊക്കെയും ചീത്തകാര്യത്തിന് ഉപയോഗിച്ചാലോ ഒക്കെ നാശത്തിനുള്ളതാവും. മതി ഉപദേശിച്ചത്. ഇത്തരത്തിൽപ്പെട്ടൊരു കുട്ടിയാണെന്ന് പുറലോകം അറിഞ്ഞാ പിന്നെ മോളുടെ ഭാവി എന്താവും? ബാപ്പയുടെ ഉമ്മയുടെ തീരുമാനത്തിനെതിരായി റെജിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നു തോന്നുന്നുണ്ടോ? ഇനി റെജിയും കൂടി നഷ്ടപ്പെട്ട സഹിക്കാൻ കഴിയും എന്റെ കുട്ടിക്ക്? മോൾ എഴുന്നേൽക്ക്. ഇനി ഒന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഒക്കെ ഒരു പേക്കിനാവാണെന്ന് കരുതി മറക്ക. ഇനി നല്ല കുട്ടിയായി മോക്കെ കഴുകി വന്ന് ഭക്ഷണം കഴിക്കി. എണീക്ക്. മോളെ, അസീനമ്മായി മോളുടെ ഫോൺ ഒന്നെടുക്കുന്നുണ്ട്. വീട്ടിലേക്കൊന്ന് വിളിക്കണം. എന്തായി അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കി മോള് പോയിട്ട് മുഖം കേട്ട് വാ. വാ. പാവം കുട്ടി.
പ്രണയത്തിൻ തീക്കടൽ തിരകളിൽ നീന്തി ഞാനുരുകി തളരുന്ന നേരം പ്രണയത്തിൻ തീക്കടൽ തിരകളിൽ നീന്തി ഞാനുരുകി തളരുന്ന നേരം ഒരു പനി നീർക്കുളിർ ചൊരിയുവാനണയില്ലേ പ്രണയിനീയൻ പ്രിയലയിലേ പ്രണയിനി എൻ പ്രിയലയിലേ പ്രിയതോഴി ലൈലേ പ്രിയനേ മറന്നു നീ ജഹന്നമീ ലോകത്തിൽ വേർപെട്ടു പോയെങ്കിൽ ജന്നാത്തിലൊന്നിക്കും നമ്മൾ പൂന്തോപ്പിലൊന്നിക്കും നമ്മൾ പ്രേമ പൂന്തോപ്പിലൊന്നിക്കും നമ്മൾ പ്രിയതോഴി ലൈലേ പ്രിയനേ മറന്നു നീ മധുമൊഴി ലൈലേയൻ മാനസത്തോഴി പ്രിയമൊഴി കേൾക്കുന്നു പ്രിയമൊഴി കേൾക്കുന്നു ഇരുളായി ജീവിതം കനിയുമോ കൈസിനെ മരണമേ ഇനി എത്ര ദൂരം ലൈല 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 ഇക്കങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. റെജിനാസിൻ്റെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒക്കെ ആയിട്ടെന്താ, നമ്മുടെ കുട്ടി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതുമൊക്കെ അവൾക്ക് വേണ്ടിയല്ലാണ്. അവളുടെ ഭാവി കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്നതാ അവളുടെ കല്യാണം ഒന്ന് കാണാൻ. എല്ലാം നശിപ്പിച്ചില്ലേ? ഇനി ഒന്നും ഉണ്ടാവില്ല. അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചെയ്തു പോയ തെറ്റിൻ്റെ ഗൗരവം അസീൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു തെറ്റും അവളിൽ നിന്നുണ്ടാവില്ല. എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? എനിക്കുറപ്പുണ്ട്. അവൾ ചെയ്യില്ല എന്ന് വെച്ചാലും അവളെ അതിന് പ്രേരിപ്പിക്കാൻ പോകുന്നൊരു സംഘം പുറത്തുണ്ടെന്നല്ലേ രജി പറഞ്ഞത്. ഇനി അവരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ല. അന്ന് ആ പാർട്ടിയിൽ പങ്കെടുത്തവരുടെ പേരും വിവരവും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. റജി പറഞ്ഞ പേരുകൾ ഞാൻ കുറിച്ച് കൊടുത്തിട്ടുമുണ്ട്. എന്ത് ചെയ്തിട്ടെന്താടാ? നമ്മളെ കുട്ടി നശിച്ചു പോയില്ലേ? എങ്ങനെയാടാ റഷീദെ ഇവൾ ഇങ്ങനെ വഷളായി പോയത്? അതറിയാൻ വേണ്ടി തന്നെയാ അവളുടെ കൂട്ടുകാരികളും കൊണ്ട് റെജിനാസിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വീട്ടിലാവുമ്പോൾ വേണ്ട വിധത്തിൽ ചോദിക്കാനും പറയാനും പറ്റില്ലല്ലോ. അവർ വരുന്നുണ്ട്. അങ്കിൾ, ഇതാണ് റിച്ചയുടെ ഫ്രണ്ട്സ്, ഷീന, റാഹില, റാഷിദ. വരൂ. ഇരിക്കെ. ഞങ്ങൾ ആരൊക്കെയാന്ന് മനസ്സിലായോ? അറിയാം.
റിച്ചുവിന്റെ വാപ്പയും കുഞ്ഞുപ്പയും. പിന്നെ ഇത് റിച്ചുവിനെ കെട്ടാൻ പോണ ചെറുക്കനും. മക്കളെ, നിങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അന്നത്തെ പാർട്ടിയിൽ? ഇല്ല അങ്കിൾ, റിച്ചു വിളിച്ചിരുന്നു, പോയില്ല. പിന്നെ അവളോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരോ? നിങ്ങൾക്കറിയാം അവരാരാണെന്ന്? അറിയില്ല അങ്കിൾ. എങ്ങനെയാ മോളെ നിങ്ങളെല്ലാം വിട്ട് അവൾ ഇത്തരൊരു കമ്പനിയിൽ കുടുങ്ങിയത്? വിശദമായിട്ടൊന്നും അറിയില്ല. അവൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ശേഷമാ ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായത്. ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സമയത്തും ഈ ഫ്രണ്ട്സിനെ ഞാനും കണ്ടിട്ടില്ല. പിന്നെ എവിടുന്ന് കിട്ടി ഇവൾക്ക് ഈ വഷള കൂട്ടുകെട്ട്? അങ്കിൾ, ഞാൻ പറഞ്ഞൊന്ന് റിച്ച് അറിയരുത്. ഇതൊരു തരം നെറ്റ്വർക്കാ. ഒക്കെ ഞാൻ പറയാം. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ശേഷം ഒരിക്കൽ ഞങ്ങൾ അവളെ കാണാൻ വീട്ടിൽ ചെന്നിരുന്നു. നിങ്ങളായിരുന്നോ? പേടിച്ചു പോയല്ലോ. വാ ഇരിക്ക്. എന്നിട്ട് പറയടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ നിനക്കല്ലടി മോളെ. എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതം? അടിപൊളി. നീ എന്ത് ചെയ്യുന്നു? ഒരു കോൾ സെന്ററിലാ ജോലി. അങ്ങനെ പോണു. അപ്പൊ ഉദ്യോഗസ്ഥയായല്ലേ? ഇനി ഒരു കല്യാണം. എന്താ ആലോചന വല്ലതും നടക്കുന്നുണ്ടോ? അതിനുള്ള സമയമായോ? പറയുന്ന കേട്ടല്ലോ, ബാംഗ്ലൂർ വെച്ച് നീ ഏതോ ഹാൻസം പയ്യനുമായി ലെപ്പായെന്നും കല്യാണം കഴിക്കാൻ പോകുന്നു ഒക്കെ. എന്താടി, ശരിയാണോ? ആരാ കക്ഷി? ആ, അങ്ങനെയും ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആട്ടെ, ഞങ്ങൾ കയറി വരുമ്പോ നീ കമ്പ്യൂട്ടറിൽ എന്താ ചെയ്തോണ്ടിരുന്നേ? ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യായിരുന്നു. വെറും ചാറ്റിംഗ് മാത്രല്ലല്ലോ, എന്താടി മറ്റു വല്ല ചുറ്റിക്കളിയുണ്ടോ? ഉണ്ട് മോളെ, എല്ലാത്തരം ചുറ്റിക്കളിയുണ്ട്. നിങ്ങളോട് എന്തിനാ ഞാൻ വിളിക്കുന്നേ? നല്ല എരിയും പൊളിയുള്ള ഇനങ്ങൾ നിറയുണ്ട്. വാ കാണിച്ചു തരാം. നിനക്ക് നാണാവുന്നില്ല ഇതൊക്കെ കാണാൻ? നാണോ മാനോ ഇല്ലാണ്ട് എല്ലാം കാണിക്കാൻ ചെറുപ്പക്കാരും. അയ്യേ, ഇങ്ങനെയുണ്ടോ? പെണ്ണ് ബാംഗ്ലൂരിൽ നിന്ന് വഷളായി പോയി. അയ്യോ, ഇതിലും എരി കൂടിയ ഇനങ്ങൾ വേറെയുണ്ട്. നീ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോടി. നിനക്ക് എവിടുന്ന് കിട്ടിയ ഇത്ര ചീത്ത ഹാബിറ്റുകൾ? ബാംഗ്ലൂരിലായിരുന്നപ്പോ കിട്ടിയൊരു മിസ് കോളാ. പിന്നെ വളർന്ന് വളർന്ന് ഇപ്പൊ ഇവിടം വരെ എത്തി. ദിവസത്തിൽ ഒരു നേരം ചാറ്റ് ചെയ്തില്ലെങ്കിൽ, മൊബൈലിലൂടെ ഇത്തിരി ചൂട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്ന മട്ട. ഒരു തരം ഭ്രാന്ത് മാതിരി. പിന്നെ എന്താ ചെയ്യാ ഏതാ ചെയ്യാന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടില്ല. ഹോ, എന്റെ പൊന്നെ, എന്തൊരു സുഖാന്നറിയോ? രക്താകെ ചൂട് പിടിച്ച് ഞരമ്പിലൊക്കെ ഇങ്ങനെയൊരു തരിപ്പ് കേറി. വാവ്. അതിൽ പിന്നെ ഞങ്ങൾ അവളെ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പൊ റെജിനാസ് പറഞ്ഞപ്പോഴാ ഞങ്ങളെല്ലാം അറിയുന്നത്. മക്കളെ, ഞാൻ ഉപദേശിക്കുകയല്ല. മകള് വഴിതെറ്റി പോകുന്നത് കണ്ട് മനസ്സ് നൊന്തൊരു വാപ്പയുടെ വാക്കുകളാ. അത്യാവശ്യമാണെങ്കിലല്ലാതെ പെൺകുട്ടികൾ ഈ വക സാധനങ്ങൾ ഉപയോഗിക്കുകയോ കൊണ്ടു നടക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ വഴിതെറ്റിപ്പോയ ഒത്തിരി പെൺകുട്ടികളുടെ വാപ്പമാരിലൊരാളാ ഈ ഞാനും. ബക്കറേ, 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 ബക്കറേ. എന്താ എന്താ മോളെ? വല്ലാത്ത ദാഹം. ഫ്രിഡ്ജിനകത്ത് വെള്ളം ഇരിപ്പുണ്ടാവും. എടുത്തിട്ട് എന്റെ മുറിക്ക് വാ. ഓ, ഓ, ഓ. ആ, എന്താ എന്താ മോളെ? വെള്ളം. വല്ലാത്ത ദാഹം. ഫ്രിഡ്ജിനകത്ത് വെള്ളം ഇരിപ്പുണ്ടാവും. എടുത്തിട്ട് എന്റെ മുറിക്ക് വാ. ഓ.
മോളെ മോളെ മോളെന്തെങ്ങനെ നോക്കണേ? വെള്ളതാ അതവിടെ വെച്ചോ. ഞാൻ പോട്ടെ. നിന്റെ ശരീരം കൊള്ളാലോടെ ബക്കരെ, നല്ല ഒതുക്കുള്ള ബോഡി. മോളെന്തെങ്ങനെയൊക്കെ സംസാരിക്കണേ? വേണ്ട മോളെ വേണ്ട. എന്താണ് നീ ചെയ്തത്? നിന്നെ ഞാൻ കൊല്ലും. അടിക്കരുത് രക്ഷിക്ക. ഉണ്ടായത് ഞാൻ പറഞ്ഞതാ. എന്താണ് നീ കാണിച്ചത്? എന്തുണ്ടായെന്ന് പറ. നീ കാര്യം പറ, എന്താ ഉണ്ടായത്? ഞാൻ പറയാ ഉണ്ടായതെന്താന്ന് ഞാൻ പറയാ. മോളെന്തൊക്കെ പറയണത്? മോളെ മോളെന്താ കളിക്കുന്നത്? എന്താ ബക്കര പേടിച്ചു പോയോ? ബക്കറിനെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷേ ബക്കര എനിക്കൊരു കാര്യം ചെയ്തു തരും. എന്താ ചെയ്തരോ? എന്തു കാര്യം? ഹസീനമ്മയുടെ കയ്യിൽ എന്റെ മൊബൈൽ ഫോൺ ഉണ്ട്. ബക്കർ എങ്ങനെയെങ്കിലും അത് എനിക്ക് എടുത്തു തരണം. അത് മോക്ക് തരണ്ടാന്ന് ഹസീനമ്മയോട് റഷീദ് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ കുഞ്ഞിപ്പ വന്നിട്ടില്ലല്ലോ. അമ്മായിന്റെ കയ്യിലുള്ള മൊബൈൽ ഞാൻ എങ്ങനെ മോക്ക് എടുത്തു തരാനാ? അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്കത് കിട്ടിയേ പറ്റൂ. ഈ പാവം മക്കനെ പറ്റൂല മോളെ. ഞാൻ പോവുക. ശരി മോളെ. ബക്കറിന് അത് പറ്റില്ലെങ്കിൽ വേണ്ട. പറ്റുന്ന മറ്റൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? മോളെ എന്താ കളിക്കുന്നു മോളെ? വേണ്ട വേണ്ട മോളെ വേണ്ട വേണ്ട മോളെ. ഇതാണ് ഉണ്ടായത്. സത്യമായിട്ട് മറ്റൊന്നും നടന്നിട്ടില്ല. ഇക്ക തീരുമാനിച്ചോളെ എന്നെ തല്ലണോ കൊല്ലണോ. ഇവിടുത്തെ ഉപ്പും ചോര ഈ ശരീരോ ആരോരില്ലാതെ തെരുവിൽ തെണ്ടി തിരിഞ്ഞാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്നെ വളർത്തിയതും വലുതാക്കിയൊക്കെ ഈ കുടുംബം. ഈ കുടുംബത്തിനെ മറന്നിട്ട് മക്കൾ ഒന്നും ചെയ്യൂല. ഈ കുടുംബത്തിനോട് ഞാൻ നന്ദി കാണിക്കാം. റഷീദേ, നീ അല്ലടാ പറഞ്ഞത് ഇനി ഒന്നും ഉണ്ടാവില്ലെന്ന്. എന്നിട്ട് എന്തായടാ? 10-20 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ട് ജീവിതം കഴിച്ചവരാ ഞാനും ഇവളും. ഹംസക്ക 2 വർഷം നിങ്ങളെല്ലാം വിശ്വസിച്ചല്ലേ അവളെ ഇങ്ങോട്ട് അയച്ചത്? ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നില്ലേ? ഞാൻ നന്നാവുന്നതോടൊപ്പം നിങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ടില്ലേ? പറ ഹസീന, അതിന്റെ നന്ദിയായിട്ടെങ്കിലും നിങ്ങൾക്ക് അവളെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നില്ലേ? വഷളായിപ്പോയി അമിന, നമ്മുടെ മോള് വഷളായിപ്പോയി. ഇക്ക, ഞങ്ങളെ ഒന്നും വെറുക്കരുത്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല റിച്ചു ഇങ്ങനെ വഴിതെറ്റിപ്പോയത്. അറിഞ്ഞിരുന്നെങ്കിലേ, ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിലേ. മോളെ റിച്ചു
ബേജാറാവല്ല. വിളിക്കുന്നു. മോളെ മോളെ It's all right. ഹലോ, ആരാ? ഞാനോ? ഷെറിൻ. വയസ്സോ 14.